Welcome, my dear students. So, previous lecture we have discussed the sequential criteria for establishing the limit of a function at a particular point. So, that result was limit extends to C f is equal to L is equivalent to saying that for all sequence xn in A with xn not equal to C and xn converging to C, the image sequence f of xn should converge us to L. Okay, so this was the idea regarding limit of a function at a particular point. So ഒരു ഫംഗ്ഷന് സി എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എൽ എന്ന നമ്പർ ആണെന്ന് പറയണമെങ്കിൽ സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന എ എന്ന് പറയുന്ന സെറ്റിലെ എ ഈസ് ദ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ. എയിലെ ഏതൊരു സീക്വൻസ് എടുത്തെന്ന് പറഞ്ഞാലും ആ സീക്വൻസിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യണം. സോ ഫോർ എവരി സീക്വൻസ് എക്സ് എൻ വിച്ച് ഈസ് ഇൻ എ ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു സി, ദ ഇമേജ് സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ഷുഡ് കൺവേർജസ് ടു എൽ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ മാത്രമേ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ടാവൂ. ഓക്കെ, സോ നൗ യൂസിങ് ദിസ് വി ക്യാൻ establish the divergence criteria for limits. Okay, so divergence criteria means limit exist ചെയ്യാതിരിക്കാനുള്ള conditions. We can establish that. So ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസുകൾക്ക് മാത്രമേ, ഈ ഫങ്ഷൻസുകൾക്ക് മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. വാട്ട് ഹാപ്പൻസ് if there exists a sequence xn, which belongs to A and xn not equal to C, such that xn converges to C, but f of xn does not converges to L. സോ ഈ കണ്ടീഷൻ ഏത് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏത് സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് സീക്വൻസും എല്ലിലേക്ക് കൺവേർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫംഗ്ഷന് സി എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു സീക്വൻസ് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ, എക്സ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ, ഇറ്റ് ഈസ് എക്സ് എൻ, ആ സീക്വൻസ് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്നു, അതിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സീക്വൻസ് എങ്കിലും കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ദിസ് കണ്ടീഷൻ ഈസ് ബീങ് വയലേറ്റഡ്. Okay, if this condition is being violated, then we can say that the function does not have a limit at C. Okay, അപ്പോൾ ഈ കണ്ടീഷൻ ഒരു സീക്വൻസിനെങ്കിലും സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന എയിലുള്ള ഒരു സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് സീക്വൻസ് എങ്കിലും എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഡസ് നോട്ട് ഹാവ് ലിമിറ്റ് എൽ അറ്റ് സി എന്ന രീതിയിൽ പറയാൻ സാധിക്കും. ഓക്കെ, ദാറ്റ്സ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ഡൈവേർജൻസ്. നെക്സ്റ്റ് തിങ് ഈസ് എഫ് ഓഫ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യണം, ദാറ്റ് ഷുഡ് കൺവേർജസ് ടു എൽ. ഇവിടെ നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ വയലേറ്റ് ചെയ്തത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് കൺവേർജസ് ടു എൽ. ദാറ്റ്സ് ദ തിങ്. ദ അതർ കേസ് ഈസ് എക്സ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് വിച്ച് ഈസ് ഇൻ എ ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു സി, ബട്ട് എഫ് ഓഫ് എക്സ് എൻ ചിലപ്പോൾ എന്ത് ചെയ്യാതെയും ഇരിക്കാം, കൺവേർജ് ചെയ്യാതെയും ഇരിക്കാം. എഫ് ഓഫ് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ്. ഓക്കെ, അപ്പോഴും കൺവേർജൻസ് ക്രൈറ്റീരിയയാണ് വയലേറ്റ് ചെയ്യുന്നത്. കാരണം സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏതൊരു സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് സീക്വൻസും കൺവേർജ് ചെയ്യണം. ആ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എല്ലുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫംഗ്ഷന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഉണ്ട്, ആ ലിമിറ്റ് എല്ലാണെന്ന് പറയാൻ സാധിക്കൂ. ഫസ്റ്റ് കേസ് നമ്മൾ വയലേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല, വിച്ച് ഈസ് എ വയലേഷൻ ഓഫ് ദ
sequential criteria, which means the function need not have a limit L at C. The second thing is xn converges to C ആണ് അതിൻ്റെ ഇമേജ് സീക്വൻസ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സൻ ചിലപ്പോൾ കൺവേർജ് ചെയ്യാതെ ഇരിക്കാം. ഇറ്റ് ഡസ് നോട്ട് കൺവേർജ് അറ്റ് ഓൾ. അങ്ങനത്തെ കേസിലും വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സൻ കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് ദ ഫങ്ഷൻ ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ് അറ്റ് സി. കാരണം എഫ് ഓഫ് എക്സൻ കൺവേർജ് ചെയ്യുകയും ആ കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എൽ ആകുകയും ചെയ്യുമ്പോൾ മാത്രമേ ലിമിറ്റ് ഉള്ളൂ. ഇവിടെ എഫ് ഓഫ് എക്സൻ എന്ത് ചെയ്യുന്നില്ല? കൺവേർജ് ചെയ്യുന്നില്ല. സോ വി കനോട്ട് സേ ദാറ്റ് ദർ എക്സിസ്റ്റ് എ ലിമിറ്റ് എൽ ഫോർ എഫ് അറ്റ് ദ പോയിന്റ് സി. സോ ദിസ് ഈസ് ദ ഐഡിയ. അപ്പോൾ ഈ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഒരു ഫങ്ഷൻ്റെ ഒരു പോയിന്റിലുള്ള ലിമിറ്റിൻ്റെ നോൺ എക്സിസ്റ്റൻസ് പറയാൻ പറ്റും. ഒന്നാമത്തേത്, ഒരു സീക്വൻസ് കണ്ടെത്താൻ സാധിക്കുന്നു വിച്ച് കൺവേർജസ് ടു സി ബട്ട് ഇറ്റ്സ് ഇമേജ് സീക്വൻസ് ഡസ് നോട്ട് കൺവേർജസ് ടു എൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫങ്ഷൻ ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ് അറ്റ് സി. ദ സെക്കൻഡ് തിങ് ഈസ്, ഒരു സീക്വൻസ് കണ്ടെത്താൻ സാധിക്കുന്നു ദ സീക്വൻസ് കൺവേർജസ് ടു സി ബട്ട് ഇറ്റ്സ് ഇമേജ് സീക്വൻസ് ഡസ് നോട്ട് കൺവേർജ് അറ്റ് ഓൾ. അങ്ങനത്തെ കേസിലും വി ക്യാൻ സേ ദാറ്റ് ദ ഫങ്ഷൻ ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ് അറ്റ് സി. നൗ വി ഫോർമലി സ്റ്റേറ്റ് ദിസ് കൺസെപ്റ്റ്. So we can formally state the first condition as, let A subset of R, f from A to R be a function and C belongs to R be a cluster point of A. If L belongs to R, then f does not have a limit L at C if and only if there exists a sequence xn in A such that xn not equal to C and xn converges to C but f of xn does not converges to L. Okay, this was the first condition. This can be easily established using sequential criteria for convergence. This is the violation of the sequential criteria. Okay. Now the second condition is, a function f doesn't have a limit at C if and only if there exists a sequence xn in A such that xn converges to C but the sequence f of xn does not converge in R. So these are the two conditions using which we can establish the non-existence of a limit of a function at a point or divergence criteria for limits. Okay, first condition പറയുന്നത് ഒരു സീക്വൻസ് എല്ലിലേക്ക് ഒരു സീക്വൻസ് കണ്ടെത്താൻ സാധിക്കണം xn വിച്ച് കൺവേർജസ് ടു സി. അതിൻ്റെ ഇമേജ് സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഈസ് നോട്ട് ഈക്വൽ ടു എൽ. സെക്കൻഡ് കണ്ടീഷൻ ഈസ്, എഫിന് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ലിമിറ്റ് ഇല്ല എന്ന് വരണമെങ്കിൽ ഒരു സീക്വൻസുകളും കണ്ടെത്താൻ സാധിക്കണം എക്സ്റ്റൻ കൺവേർജസ് ടു സി, അതിൻ്റെ ഇമേജ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നതേ ഇല്ല. സോ ദിസ് ഈസ് ദ ക്രൈറ്റീരിയ. ഐ തിങ്ക് ഐ വിൽ ലീവ് ദ പ്രൂഫ് ടു യു because I have already established the proof. To write the proof, it is actually using the sequential criteria for limits. I will give that as an exercise. Okay, so let us move on to some examples of this result. So the question is, limit x tends to 0 1 by x does not exist in R. So ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ f of x എന്നുള്ള ഫംഗ്ഷൻ is actually 1 by x. സോ 1 by എക്സിന് 0 എന്നുള്ള പോയിന്റിൽ ലിമിറ്റ് ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി നീഡ് ടു യൂസ് ദ ഡൈവേർജൻസ് ക്രൈറ്റീരിയ. സോ യൂസിങ് ദ ഡൈവേർജൻസ് ക്രൈറ്റീരിയ, ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് എ സീക്വൻസ് xn such that xn converges to 0 but f of xn does not converge at all, we can say that this function or this limit does not exist. സോ നമുക്ക് ഡൈവേർജൻസ് ക്രൈറ്റീരിയ വെച്ചിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയണമെങ്കിൽ വി ഷുഡ് ഫൈൻഡ് എ സീക്വൻസ് xn വിച്ച് കൺവേർജസ് ടു 0 ബട്ട് എഫ് ഓഫ് xn ഡസ് നോട്ട് കൺവേർജ്. അങ്ങനെ ഒരു സീക്വൻസ് കണ്ടെത്താൻ സാധിച്ചാൽ വി ക്യാൻ ഫോർമലി സേ ദാറ്റ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ് അറ്റ് 0. നമുക്ക് യൂഷ്വലി എടുക്കാൻ പറ്റുന്ന 1 by n സീക്വൻസ് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഏത് ആർബിട്രറി സീക്വൻസ് എടുത്താലും ഇറ്റ് മേ വർക്ക്, ബട്ട് ചൂസ് xn is equal to 1 by n. Clearly we know that this sequence 1 by n converges to 0. Okay, now f of xn എന്നൊരു സീക്വൻസ് എടുക്കുന്നു. f of xn is equal to
1 by xn which is 1 by n which is equal to n. So f of xn എന്ന് പറയുന്ന sequence is actually equal to n എന്ന് പറയുന്ന sequence ആണ്. So this sequence f of x1 എന്ന് വെച്ചാൽ 1, f of x2 എന്ന് വെച്ചാൽ 2, f of x3 എന്ന് വെച്ചാൽ 3. So this sequence is 1, 2, 3 etc. അങ്ങനെ പോകുന്ന sequence ആണ്. Clearly, which is the sequence of natural numbers. Since the natural numbers is not bounded, we can say that f of xn is not bounded. F of xn is not bounded. So f of xn bounded alla. So from that we can clearly say that f of xn bounded allathathu konde we can say that f of xn is not convergent. So നമ്മൾക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് ബൗണ്ടഡ് അല്ല. നമുക്ക് ഓൾറെഡി അറിയാവുന്ന റിസൾട്ട് വെച്ച് എല്ലാ കൺവേർജൻറ്റ് സീക്വൻസും ബൗണ്ടഡ് ആയിരിക്കണം. സോ ബൗണ്ടഡ് അല്ലാത്തൊരു സീക്വൻസും എന്തല്ല, കൺവേർജൻ്റ് അല്ല. യു ഹാവ് ടു കോട്ട് ദാറ്റ് തിയറം ഹിയർ. സോ എഫ് ഓഫ് എക്സ് എൻ എന്തല്ല, കൺവേർജൻ്റ് അല്ല. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് എൻ കൺവേർജൻ്റ് അല്ല എന്നത് വെച്ചിട്ട് വി ക്യാൻ ക്ലിയർലി സേ ദാറ്റ് നമ്മളൊരു സീക്വൻസ് കണ്ടെത്തി which converges to 0 but its image sequence is not convergent at all, which means that by divergence criteria limit x tends to 0 1 by x does not exist. So thus we can easily understand the non-existence of a limit of the function f of x is equal to 1 by x. നിങ്ങൾക്ക് വേറെയും സീക്വൻസ് എടുക്കാം. എക്സ് എൻ ഈസ് ഈക്വൽ ടു 1 by n സ്ക്വയർ, 1 by n ക്യൂബ്, 1 by n റേസ് ടു 4, 1 by n റേസ് ടു 5, ഇങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഓൾ ദോസ് സീക്വൻസ് കൺവേർജസ് ടു 0. എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുമ്പോൾ 1 by n സ്ക്വയറിൻ്റെ കേസിലാണ് n സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഈസ് നോട്ട് ബൗണ്ടഡ്. സോ ദസ് വി ക്യാൻ എസ്റ്റാബ്ലിഷ് ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 0 1 by x ഡസ് നോട്ട് എക്സിസ്റ്റ്. So there are several sequences through which we can establish this. Now moving on to the next example. Next question is limit x tends to 0 SGNX does not exist. SGNS എന്ന് വെച്ചാൽ signum function which is defined as SGN of x is equal to എക്സ് പോസിറ്റീവ് ആണെങ്കിൽ +1 എന്നാണ് അതിൻ്റെ ആൻസർ, എക്സ് 0 ആണെങ്കിൽ 0 ആണ് അതിൻ്റെ ആൻസർ, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ -1 ആണ് അതിൻ്റെ ആൻസർ. ദിസ് ഈസ് സിഗ്നം ഫങ്ഷൻ. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഐ തിങ്ക് ദാറ്റ്സ് എ ബെറ്റർ വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ ദിസ് ഈസ് 1, ദിസ് ഈസ് -1. സോ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ആദ്യം എക്സ് 0 ആണെങ്കിൽ ആൻസർ 0, എക്സ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ പോയിൻ്റ് ഇവിടെ ആയിരിക്കും. ഇനി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ദ വാല്യൂ ഈസ് ആക്ച്വലി 1. സോ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ അപ്പോൾ ഈ 0 ഒഴിവാക്കിയുള്ള ബാക്കിയുള്ള പോയിൻറ്റ്സുകളിലെല്ലാം അവർ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഐ തിങ്ക് വി കളർ ഇറ്റ് യൂസിങ് another color. എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. കാരണം എക്സ് പോസിറ്റീവായിട്ടുള്ള ഏത് നമ്പറിൻ്റെ കേസിലും ആൻസർ ഈസ് 1. ഇവിടെ 0യുടെ കേസിലുള്ള ആൻസർ ഒഴിവാക്കിയതുകൊണ്ടാണ് ഇവിടെ ഒരു വലിയ ഡോട്ട് കൊടുത്തത്. ഇനി എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ആൻസർ ഈസ് -1. എക്സ് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫങ്ഷൻ. ഇതാണ് നമ്മുടെ ഫങ്ഷൻ. ഇതിൽ നിന്ന് ഗ്രാഫിൽ നിന്ന് വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഫങ്ഷൻ ഡസ് നോട്ട് ഹാവ് എ ലിമിറ്റ് അറ്റ് 0. കാരണം 0 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ നെയ്ബർഹുഡ് എടുത്താൽ ദിസ് ഈസ് എ നെയ്ബർഹുഡ് ഓഫ് 0. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആൻസർ എപ്പോഴും 1 ആണ്, ലെഫ്റ്റ് സൈഡിൽ ആൻസർ എപ്പോഴും -1 ആണ്. സോ ഇതിൻ്റെ ആൻസേഴ്സ്, ഇതിൻ്റെ ഇമേജസ് റൈറ്റ് സൈഡിൽ എടുക്കുമ്പോൾ 1 കിട്ടും, ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ എന്തും കിട്ടും, -1 കിട്ടും. സോ വിച്ച് മീൻസ് വി cannot say that for every point
in some neighborhood of 0, the images approaches to a unique number എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ 1ലേക്കും ലെഫ്റ്റ് സൈഡിൽ എത്തുമ്പോൾ -1ലേക്കും പോകും. 1 ഉം -1 ഈക്വൽ അല്ല. So from that argument itself we can say that limit x tends to 0, SGNX does not exist. Now we need sequential criteria for that. So നമുക്ക് 0ലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് വേണം. അതിൻ്റെ ഇമേജ് സീക്വൻസ് കൺവേർജ് ചെയ്യരുത്. ദാറ്റ്സ് അവർ ഐഡിയ. സോ കൺസിഡർ xn is equal to -1 raised to n by n. അതായത് നമ്മുടെ സീക്വൻസ് -1 by 1, -1 by 1, 1 by 2, -1 by 3, 1 by 4, -1 by 5 അങ്ങനെ പോകും. n ഓഡ് ആകുമ്പോൾ -1 വരും ഡിവൈഡഡ് ബൈ n എന്നുള്ള ഫോമിൽ. n ഈവൻ ആകുമ്പോൾ 1 by n എന്നുള്ള ഫോമാറ്റ് വരും. ക്ലിയർലി ഈ സീക്വൻസ് 1 by n എന്നുള്ള സീക്വൻസിന് ഇക്വലൻറ്റ് ഫോമാണ്. 1 by n goes to 0 ആയതുകൊണ്ട് -1 raised to n by n goes to 0. This sequence goes to 0. എന്തുകൊണ്ട് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും എടുത്തെന്ന് ചോദിച്ചാൽ we need some points in the negative parts and some points in the positive parts. കാരണം പോസിറ്റീവിലും നെഗറ്റീവിലും ഇതിൻ്റെ ആൻസർ 2 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സീക്വൻസ് എടുത്തത്. നമ്മൾ 1 by n എന്നൊരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ we get the answer as 1 by n converges to 0. 1 by n എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ ഇമേജ് സീക്വൻസ് എപ്പോഴും 1 എന്നേ കിട്ടത്തുള്ളൂ. പക്ഷേ -1 by n എടുക്കുകയാണെങ്കിൽ -1 by n goes to 0. പക്ഷേ -1 by n ഇമേജ് സീക്വൻസ് എപ്പോഴും -1ലേക്കാണ് പോകുന്നത്. അപ്പോൾ രണ്ടും മിക്സ് ചെയ്താൽ കുറച്ച് പാർട്സ് 1ലേക്കും കുറച്ച് പാർട്സ് -1ലേക്കും പോകും. ദാറ്റ്സ് ദ ഐഡിയ. സോ f of xn എടുക്കുക. ഓക്കെ, നമ്മൾ ആദ്യം xn എന്ന് പറയുന്ന സീക്വൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം. xn ഈസ് ആക്ച്വലി -1 by 1. This is actually 1 by 2, -1 by 3, 1 by 4, etc. This is the sequence. ഇനി f of x എന്ന് പറയുന്നത് പോസിറ്റീവ് ആകുമ്പോൾ ആൻസർ 1 ആണ്. സോ നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ -1 ആണ്. സോ ഫസ്റ്റ് കേസിൽ xn നെഗറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് ആൻഡ് ആൻസർ ഈസ് -1. സെക്കൻഡ് പോയിന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് 1. തേർഡ് പോയിന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് -1. ഫോർത്ത് പോയിന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ആൻസർ ഈസ് 1. ഫിഫ്ത്ത് പോയിന്റ് നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ ഈസ് -1. സിക്സ്ത് പോയിന്റ് പോസിറ്റീവ് ആകുമ്പോൾ ആൻസർ ഈസ് 1. സോ കണ്ടിന്യൂ ലൈക്ക് ദിസ്. ഓക്കെ, സോ വി ഗെറ്റ് ദാറ്റ് ദിസ് ഈസ് ആക്ച്വലി -1 raised to n എന്നുള്ള ഫോമാറ്റിലാണ് ഈ സീക്വൻസ് വരിക. ഓക്കെ, -1 1 -1 1 -1 1 എന്ന രീതിയിലാണ് ഇത് പോകുന്നത്. Clearly, -1 raised to n എന്ന് പറയുന്ന സീക്വൻസ് we already know that this does not converge. കാരണം ഇതിൻ്റെ കുറച്ച് ഓഡ് ടേംസ് -1ലേക്ക്, ഈവൻ ടേംസ് 1ലേക്കും പോകുന്നു. It does not approach us to a unique value. So clearly, f of xn ബൗണ്ടഡ് ആണ്, പക്ഷേ does not converge. f of xn does not converge at all. ഓക്കെ, അപ്പം f of xn does not converge ചെയ്യുന്നു. അപ്പോൾ xn എന്ന് പറഞ്ഞൊരു സീക്വൻസ് കിട്ടി which converges to 0. Its image sequence f of xn does not converge. So by divergence criteria we can say that limit x tends to 0, SGNX does not exist. So that is the idea. Okay. So using divergence criteria, we can establish the non-existence of a limit of a function at a particular point. Thank you.